അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണല്ലേ നമ്മുടെ മാഗി മസാല. അതുപോലെ ആ മസാലയും കൂടി എന്തുണ്ടാക്കിയാലും വളരെ ടേസ്റ്റിയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും കടയിൽ പോകുമ്പോൾ ഒരുപാട് പാക്കറ്റ് വാങ്ങിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ അജിനോമോട്ടോ ചേർത്തണത് കൊണ്ട് നമുക്കത് ഹെൽത്തിന് നല്ലതല്ല പറഞ്ഞിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുന്നവരും ഉണ്ട് അല്ലേ. എന്നാൽ രണ്ടാൾക്കും കൂടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മാഗി ക്യൂബ് ഉണ്ടാക്കാം. അത് നമുക്ക് ചിക്കൻ കറിക്കാണെങ്കിലും തന്നെ മീറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾ കറി വയ്ക്കുകയാണെങ്കിലും കടലക്കറി എന്ത് വയ്ക്കുകയാണെങ്കിലും തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇത് കുറച്ച് സാധനങ്ങൾ മാത്രം മതി. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് ആവശ്യമുള്ളത് ചിക്കനും കൂടി ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു വലിയ ക്യാരറ്റും ഒരു പകുതി ക്യാപ്സിക്കം 2 വല്ലുള്ളി ഒരു തക്കാളി ഒരു 5-6 വെളുത്തുള്ളിയും ഒരു 2 പീസ് ചെറിയ ഒരു ഇഞ്ചിയാണ്. പിന്നെ ബേ ലീഫ് ഒരു 2-3 എടുത്തിട്ടുണ്ട്. അപ്പോൾ വലുതാണ് വെച്ചാൽ ഒരു 2 എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും ആവശ്യമുള്ളൂ നമുക്ക് മാഗി ക്യൂബിന്. ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് പൈസയൊന്നും ചിലവാക്കി നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കട്ടെ. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ ക്യാപ്സിക്കം അതുപോലെ തന്നെ വല്ലുള്ളിയും അതെല്ലാം നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. കാരണം ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ് പോകണം കേട്ടോ. നമ്മുടെ ബേ ലീഫും കൂടെ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തത് ചിക്കനാണ്. ചിക്കന് ഏകദേശം ഒരു ഒരു 200 ഗ്രാം ഒരു 1/4 കിലോൻ്റെ അടുത്ത് എടുത്താൽ മതി. അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഒരു തക്കാളിയും കൂടെ ഞാൻ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഒരു സ്പൂണ് ഉപ്പാണ്. അതും കൂടി ഇട്ട് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ കുറേ നേരം വെക്കാനുണ്ട്. ഒരു 10-15 മിനിറ്റോളം നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ അതേപോലെ ആവണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് അമത്തി നോക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ വെന്ത് തരണം. നമുക്ക് ക്യാരറ്റൊക്കെ ആകുമ്പോൾ അതേപോലെ കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ വെജിറ്റബിളും ചിക്കൻ്റെയൊക്കെ സ്ട്രോക്കായിട്ട് നന്നായിട്ട് നമുക്ക് അതിലെ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് അതിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു എണ്ണം വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അമത്തി കൊടുക്കാം. ഞങ്ങളുടെ മത്ത് എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പം നിങ്ങൾ എങ്ങനെയാണോ ചെയ്യണത് അതേപോലെ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ വലിയൊരു സ്പൂണോ എന്തെങ്കിലും കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമത്തി ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ക്യാപ്സിക്കമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇതിൽ വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതും കൂടെ ഞാൻ അതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ഒന്നും ചേർത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി വെജിറ്റബിളും ചിക്കനിലൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം മതി. നന്നായിട്ട് അമത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് എല്ലുള്ള ചിക്കനൊക്കെയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എല്ലുള്ള ചിക്കനാണ് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിയണത് ഇതുപോലെ എല്ലുള്ള ചിക്കൻ തന്നെ ഇടാൻ നോക്കുക. പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിക്കണം. അതിൽ വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു സ്പൂണോളം ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും ഗരം മസാലയും ഒരു സ്പൂണ് നിറയെ ഇട്ടോളൂ. മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് ഇട്ടാൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് കരിയാതെ ശ്രദ്ധിക്കണം. അതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെജിറ്റബിൾ ചിക്കനൊക്കെ ഇട്ടിട്ട് നമ്മൾ അരിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കോൺഫ്ലവറാണ്. അപ്പോൾ ഏകദേശം ഒരു 1.5 സ്പൂണോളം ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും ചൂട്ടോടെ ഒഴിക്കാതിരിക്കുക. എന്താ വെച്ചാൽ കട്ടയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പച്ചവെള്ളത്തിൽ നമുക്കിതൊന്ന് ആഡ് ചെയ്തിട്ട് എടുത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ സ്ട്രോക്കിൽ തന്നെ നമ്മൾ ചൂടാറിയതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇത്രേ പണിയുള്ളൂ. നമുക്ക് ഒരുപാട് കുറേ ടൈം എടുക്കും, ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യണം, അങ്ങനെ ഒന്നുമില്ല. അതുപോലെ തന്നെ പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ ഒരുപാട് വാങ്ങിക്കണം, അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ചിക്കൻ കറി വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യണോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണം വെച്ചാൽ ഇതിന് ഭയങ്കര വിലയൊക്കെയാണ് അല്ലേ. പിന്നെ അതേപോലെ തന്നെ നമുക്കിതിന് അജിനോമോട്ടോ ചേർത്തിട്ട് വരുന്നത് കൊണ്ട് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ കഴിയുന്നതും എല്ലാവരും പുറത്തുനിന്നൊന്നും വാങ്ങിക്കാതിരിക്കുക. ഇതുപോലെ വീട്ടിലുണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണ് വെച്ചാൽ നമുക്കത് ഒരുപാട് കാലം ഇരിക്കുകയും ചെയ്യും. നമുക്ക് എന്ത് വേണമെങ്കിലും കുട്ടികൾക്ക് നമുക്ക് മാഗി ഉണ്ടാക്കി കൊടുക്കാൻ, നൂഡിൽസ് ഉണ്ടാക്കാനാണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് എന്താണെങ്കിലും നമുക്ക് കടലക്കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും നമുക്കിപ്പോൾ നമ്മുടെ ചിലപ്പോൾ ഒരു ബീഫ് കറി വെക്കാനാണെങ്കിൽ കൂടി നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടാനും മന്തിയിലുണ്ടാകാനും അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അപ്പോൾ കഴിയുന്നത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് കാലത്താവും. അപ്പോൾ ഇതേപോലെ ഒരു സെറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഐസ് ക്യൂബിൻ്റെ അതിൽ ഒഴിച്ച് വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്കത് എടുക്കാനൊന്നും അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ അതിൻ്റെ പണി. അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നല്ല മണവും അതേപോലെ തന്നെ മണവും ടേസ്റ്റും ഒക്കെ അതേപോലെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഞാനൊരു മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോയും കൂടി അവസാനം വരെ കാണുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് ഓരോരോ ക്യൂബായി എടുത്താലും മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വെച്ചിട്ടൊരു മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടി ഒരു 5-6 വെളുത്തുള്ളി, 5-6 ചെറിയുള്ളിയും, 2 കഷ്ണം ഇഞ്ചിയും, ഒരു 4 വറ്റൽമുളകും, പിന്നെ ഒരു തക്കാളിയും കൂടിയാണ്. അപ്പോൾ ചിക്കന് നമുക്ക് മന്തിക്ക് വേണ്ട ചിക്കൻ ഇടാനുള്ളതാണ് കേട്ടോ. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ അതൊരു 1.5 സ്പൂണോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് സുർക്കയാണ്, അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ കുറച്ച് മല്ലിയിലയും കൂടിയാണ്, അതും കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് തൈരും ചെറുനാരങ്ങ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള അതും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്താൽ ഇതേപോലത്തെ നല്ലൊരു മസാല കിട്ടും. അപ്പോൾ ഇതുപോലെ ചിക്കനൊക്കെ നമുക്കിങ്ങനെ ഫുൾ ചിക്കൻ ആണെങ്കിൽ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മസാലയിൽ കുറച്ച് സാധനം കൂടി ചേർക്കാനുണ്ട്. അതിന് 2 വലിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്, മീഡിയം സൈസ്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്നത് നമ്മുടെ മസാല കൂട്ടില്ലേ, അതും കൂടി നമുക്ക് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മാഗി ക്യൂബാണ്. അപ്പോൾ അതും കൂടെ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ഇപ്പോൾ 2 ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടി ചിക്കൻ കൂട്ടിയത് കൊണ്ട് 1 കൂടി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ റൈസ് ബ്രാൻഡ് ഓയിലാണ് കുറച്ച് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മന്തി മസാലയാണ് കേട്ടോ. അപ്പോൾ മന്തി മസാലയുടെ പൊടിയാണ്. അത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഒരു മാഗി ക്യൂബും കൂടി ഇട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ ചിക്കൻ, കാരണം ഞങ്ങളുടെ അവിടെ ഇന്ന് വിരുന്നുകാരൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഇതെന്തായാലും മതിയാവില്ല തോന്നി. അപ്പോൾ കുറച്ചുകൂടെ ചിക്കൻ ഞാൻ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ ചിക്കൻ തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ, നമുക്ക് ഏത് ചിക്കൻ വെച്ചിട്ട് മന്തി ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ വെള്ളം തിളയ്ക്കാൻ വെച്ചതിന് ശേഷം ഒരു 1/2 സ്പൂൺ മല്ലിയും, ഒരു 3/4 സ്പൂണോളം കുരുമുളകും, പിന്നെ ഡ്രൈ ലെമണാണ്. പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു 2 ക്യൂബോളം ഞാൻ മാഗി മസാല ഇതിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് നല്ല കറക്റ്റായിട്ട് ആ മാഗി മസാലയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മന്തിയിൽ. പിന്നെ നമുക്ക് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് അരി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വേവുള്ളത് കൊണ്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം, നന്നായിട്ടൊന്ന് ആയിക്കോട്ടെ. പിന്നെ ആ നേരത്ത് നമ്മുടെ കുക്കറിലുള്ളതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ഒരു പാൻ എടുത്തതിന് ശേഷം നമ്മളതിൽ ചിക്കനെ മാത്രം എടുത്തിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്താൽ മതി, നമുക്ക് ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണയിൽ തന്നെ അതിലുള്ള എല്ലാ ചിക്കനും ഞാൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ കുറച്ച് മസാല കൂടി ചേർത്തിട്ടാണ് ഇതിൽ ഫ്രൈ ചെയ്യണത്. അത് നമ്മൾ കുക്കറിൽ ബാക്കിയുള്ള കുറച്ച് മസാല ഉണ്ടല്ലോ, അപ്പോൾ അത് വേറൊരു പാനിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. കാരണം ഇതിൽ കുറച്ച് കൂടുതൽ വെള്ളമുള്ളത് കൊണ്ട് തന്നെ അതൊന്ന് സ്ട്രോക്ക് നന്നായി കറക്റ്റായിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ മാഗി മസാലയുടെ ആണെങ്കിൽ മന്തിയുടെ പൊടിയുടെ ഒക്കെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഈ ഒരു വെള്ളത്തിലാണുള്ളത്. അപ്പോൾ അതൊന്ന് വറ്റി വരുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മേലോട്ട് ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ഉപകാരമുണ്ട്. അപ്പോൾ മസാലയുടെ ടേസ്റ്റ് നന്നായിട്ട് ചിക്കനിൽ പിടിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ലെവലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് മന്തി റൈസിന് വേണ്ടി കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ മസാലയൊക്കെ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും മസ്റ്റായിട്ട് ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഞാൻ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് നേരം നമുക്ക് ദമ്മിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ടൈമിനനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ ചാർക്കോൾ ഞാൻ അപ്പുറത്ത് കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ 2 എടുത്ത് സ്റ്റൗവിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലോണം നമ്മുടെ ചിക്കൻ്റെ സ്ട്രോക്കും കാര്യങ്ങളൊക്കെ നന്നായി വറ്റി വന്നപ്പോൾ നല്ലൊരു ടേസ്റ്റും മണവും ഫ്ലേവറും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് ആ ചിക്കൻ്റെ കൂടെ കഴിക്കാമെന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ ആ ഒരു സ്ട്രോക്ക് നമുക്ക് ഇതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഓരോരോ ലെയറായിട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ മേലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനും കൂടെ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ചാർക്കോളൊന്ന് വെച്ചിട്ട് നമുക്ക് ഒലീവ് ഓയിൽ വെച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ എല്ലാവരും അത് തന്നെ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുക കേട്ടോ. അപ്പോൾ അലുമിനിയം ഫോയിൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞു. അപ്പോൾ അതുവേണ്ടി ഞാനിങ്ങനെ ഒന്ന് വെയിറ്റ് ഇട്ടിട്ടൊന്ന് മൂടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇതാ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മാഗി മസാല വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മന്തി തന്നെയായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഹസ്ബൻഡിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ മന്തിയുടെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കണതല്ലേ എന്ന് പറഞ്ഞിട്ട് ആരും നിസ്സാരമായി കാണണ്ട. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ പുറത്തുനിന്നൊന്നും വാങ്ങിച്ച് ഓരോരോ അസുഖങ്ങളോ ഒന്നും വരുത്തി വയ്ക്കാണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ ടൊമാറ്റോ ചട്നിയും അതുപോലെ മയോനൈസും ആണ്. മയോനൈസ് ഇപ്പോൾ എല്ലാവരും മുട്ട വേവിച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. പച്ചമുട്ടയിൽ ചെയ്യുമ്പോൾ അതും കുറച്ച് ഹെൽത്തിന് പ്രശ്നമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ ഒന്നും പേടിക്കാതെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ മന്തി എനിക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്കല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ഞാനും കൂടെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അത്രയും നന്നായി കിട്ടുമായിരുന്നു എന്ന്. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ബ്യൂട്ടി ടിപ്സ് ആണെങ്കിൽ കിച്ചൺ ടിപ്സ് അങ്ങനെ ഒരുപാട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്. വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ വരിക്കും. ബായ്, അസ്സലാമു അലൈക്കും.